ഹേ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ പ്രിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബോർഡർ, അതായത് ഈ ഒരു ബ്ലർ ആയിട്ടുള്ള ഒരു ബോർഡർ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ക്യാപ്കട്ടിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ബോർഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മളത് ക്യാപ്കട്ടിലാണ് ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു VPN കൂടെ കണക്ട് ചെയ്യുക. VPN കണക്ട് ചെയ്തിട്ട് ക്യാപ്കട്ട് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. സോ ഞാൻ ഇപ്പോൾ VPN ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, താഴേക്ക് വന്നാൽ റേഷ്യോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ റേഷ്യോ കൊടുക്കുക, ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ദെൻ അടുത്തത് പറഞ്ഞാൽ നമ്മളിവിടെ ഓവർലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, ആഡ് ഓവർലേ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ദെൻ സ്റ്റോക്ക് വീഡിയോസിൽ പോയിട്ട് ഈ ഒരു ബ്ലാക്ക് വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നിങ്ങളുടെ വീഡിയോയുടെ എൻഡ് വരെ ആ ഒരു ബ്ലാക്ക് വീഡിയോ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതേപോലെ താഴെയുള്ള ഈ ഒരു ഭാഗം ഇതേപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ട്രാൻസ്ഫോം എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ക്രോപ്പ് കൊടുക്കുക, ദെൻ 1:1 ഉള്ള റേഷ്യോ കൊടുത്തിട്ട് ടിക്ക് ഓപ്ഷൻ കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ, അതായത് നിങ്ങൾ ആഡ് ചെയ്യുന്ന വീഡിയോ ആണോ ഫോട്ടോ ആണോ, അത് ഫിൽ ആവുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു ബ്ലാക്ക് സ്ക്രീൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ അത്രയും ചെയ്ത ശേഷം നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുത്തിട്ട് ഫുൾ ആയിട്ട് ബാക്ക് വരാം. ദെൻ നമ്മൾ ആ ഒരു ഓവർലേ ഒന്നുകൂടെ സെലക്ട് ചെയ്ത്, അതായത് നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ബ്ലാക്ക് സ്ക്രീൻ ഒന്നുകൂടെ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് റെക്ടാങ്കിൾ മാസ്ക് സെലക്ട് ചെയ്യുക. സോ നമുക്കിവിടെ സർക്കിൾ മാസ്കും ഉണ്ട്, അതുപോലെ റെക്ടാങ്കിൾ മാസ്കും ഉണ്ട്. സോ ഇപ്പൊ നമ്മൾ റെക്ടാങ്കിൾ മാസ്ക് സെലക്ട് ചെയ്യുക, ഇൻവേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. ദെൻ നമ്മൾ ഇനി ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതായത് റെക്ടാങ്കിൾ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ അഡ്ജസ്റ്റ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ നമുക്ക് സൈസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സൈസ് വന്ന് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 83 സെറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നോക്കിയിട്ട് ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്യുക. ദെൻ ഫെദർ വന്ന ഒരു 1 സെറ്റ് ചെയ്യുക. അധികം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. സോ നമ്മളൊരു 1 അല്ലെങ്കിൽ 2 സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ റൗണ്ട് കോർണർ എന്നുള്ളത് ഒരു 10 ഇതേപോലെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഫുൾ ടിക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരു ബ്ലർഡ് ആയിട്ടുള്ള ബോർഡർ വളരെ സിമ്പിൾ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിലേക്ക് നിങ്ങൾക്ക് ചെറിയൊരു പാനിങ് ആയിട്ടുള്ള ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിറിക്കൽ വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലം ബോർഡറാണിത്. സോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ സാധിക്കും കുറേ അധികം ലിറിക്കൽ വീഡിയോസ് പേജ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ലിറിക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലിപ്പിന് ചെറിയൊരു ഷെയ്ക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ എഡിറ്റ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.